കോൺഗ്രസിന്റെ അപക്വ നിലപാടുകളാണ് കേന്ദ്രത്തിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് അവസരമൊരുക്കിയതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. CPI മണലൂർ മണ്ഡലം കമ്മിറ്റി മുല്ലശ്ശേരിയിൽ സംഘടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 400 സീറ്റ് പിടിക്കുമെന്ന് പ്രചരണം നടത്തിയ BJPയെ 240 സീറ്റിലേക്ക് ജനം പിടിച്ചുകെട്ടുമ്പോൾ ഫാസിസ്റ്റ് ഭരണത്തെ പുറത്താക്കാനുള്ള വിധിയെഴുത്തായിരുന്നു അതെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിന് ഇല്ലാതെ പോയെന്നും അതാണ് ഡോക്ടർ BR അംബേദ്കർ രൂപപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന പോലും പിച്ചിച്ചീന്താൻ BJPക്ക് അവസരമൊരുക്കിയതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അധികാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കി എന്ന് വേണം നമുക്ക് കരുതാൻ. 400+ BJP അതിനും കുറച്ചൊന്നും വാദിച്ചിരുന്നില്ല. BJPയുടെ സംഘപരിവാരത്തിന്റെ കുഴലൂത്തുകാരായിട്ടുള്ള സംഘടനകളാണെങ്കിലോ ഇവിടെ ഇന്ത്യയിൽ ലോകസഭയിൽ BJP അധികാരത്തിൽ വരും എന്ന് ഉറപ്പിക്കുകയും രാജ്യസഭയിൽ ഞങ്ങളും BJP വിരുദ്ധരും തമ്മിലുള്ള 4 സീറ്റിന്റെ വ്യത്യാസം കൂടി മറികടക്കാൻ കഴിഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തെ പിച്ചുചീന്താനുള്ള കരുത്ത് ഇന്ത്യയിലെ ഇരുസഭകളിലും BJP നേടുമെന്നും പരസ്യമായി പ്രഖ്യാപിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 400+ഉം പ്രധാനമന്ത്രിയുടെ 10 ലക്ഷത്തിന്റെ ഭൂരിപക്ഷവും സ്വപ്നങ്ങളിൽ മാത്രമായി അവശേഷിക്കുകയും ഒറ്റയ്ക്ക് 400 സീറ്റുകൾ അധികമെന്ന് പ്രഖ്യാപിച്ച BJPക്ക് കേവല അധികാരത്തിന്റെ മാജിക് നമ്പറായ 271ന്റെ അടുത്തെത്താൻ പോലും ഇന്ത്യയുടെ ജനാധിപത്യ ജീവിതത്തിൽ ജനങ്ങൾ അനുവദിക്കാതിരിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ചടങ്ങിൽ അധ്യക്ഷനായി. റെഡ് വളണ്ടിയർ മാർച്ചോടെയാണ് 100ാം വാർഷികാഘോഷ പരിപാടികൾ നടന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, ജില്ലാ കൗൺസിൽ അംഗം KV വിനോദൻ, മണ്ഡലം സെക്രട്ടറി VR മനോജ് തുടങ്ങിയവർ സംസാരിച്ചു.